ഹായ് ഓൾ, വെൽക്കം ടു സൈലം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇന്ന് നടന്ന NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൻ്റെ ഒരു അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ കോൺടാക്ട് ചെയ്തു. അവർ ഷെയർ ചെയ്ത ഡീറ്റെയിൽസ് ആണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഇത് ഇനി എക്സാം എഴുതാൻ പോകുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയൊക്കെ ആയിരുന്നു എക്സാം എന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ വിളിച്ച ആൾക്കാരെല്ലാം പറഞ്ഞത് ഒരു 24+ ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മോഡറേറ്റ് ലെവൽ ചോദ്യങ്ങളാണ് ചോദിച്ചതെന്നാണ് പറഞ്ഞത്. റീസണിങ് ആണെങ്കിലോ ഏകദേശം ഒരു 25+ ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. GA ആണെങ്കിൽ ഒരു 27+ ഒക്കെയാണ് ഒരു ആവറേജ് അറ്റംപ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത്, കണക്കാക്കുന്നത് അവർ പറഞ്ഞ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ ഓരോ സബ്ജക്റ്റിനും ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ഏകദേശം ചോദ്യങ്ങളുള്ളത്, അപ്പോൾ കുട്ടികൾ അവരുടെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളാണല്ലേ, അപ്പോൾ ആ രീതിയിൽ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. ബട്ട് എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുമ്പോൾ SICAയിൽ നിന്നൊരു 1-2 ചോദ്യങ്ങളൊക്കെ കിട്ടിയെന്നാണ് കുട്ടികൾ പറഞ്ഞത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്തു കഴിഞ്ഞാൽ അഗെയിൻ ഒരു 2-3 ചോദ്യങ്ങളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പ് അഗെയിൻ 1 മുതൽ 2 ചോദ്യങ്ങൾ. ജോമെട്രി എടുത്തു കഴിഞ്ഞാൽ അഗെയിൻ 2 മുതൽ 3 ചോദ്യങ്ങൾ ചോദിച്ചു. ട്രിഗണോമെട്രി 1 മുതൽ 2 ചോദ്യങ്ങൾ. ആൽജിബ്ര 2 to 3 ചോദിച്ചിട്ടുണ്ട്. ആവറേജ് റിലേറ്റഡ് പ്രോബ്ലംസ് അല്ലേ 1 to 2 ചോദിച്ചിട്ടുണ്ട്. സിംപ്ലിഫിക്കേഷൻ അഗെയിൻ 2 മുതൽ 3 ചോദ്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ടൈം ആൻഡ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ 2 to 3. ടൈം സ്പീഡ് ഡിസ്റ്റൻസ് ട്രെയിൻ റിലേറ്റഡ് ചോദ്യങ്ങൾ കുറച്ച് ചോദിച്ചു എന്ന് പറഞ്ഞു. 2 മുതൽ 3 ചോദ്യങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അവരുടെ ഓർമ്മയിൽ നിന്ന് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്താണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ രീതിയിലൊക്കെയാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ഇവിടെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി എഴുതാൻ പോകുന്നവർ ഇതൊക്കെ നോക്കുക, ശ്രദ്ധിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ്, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ എന്നുള്ള കാര്യം. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തത് റീസണിങ്ങിലോട്ട് വരുമ്പോൾ സിലോജിസം 2 to 3 എന്നൊക്കെയാണ് പറഞ്ഞത്. സീരീസിൽ നിന്ന് 2 മുതൽ 3 ചോദ്യങ്ങൾ, നമ്പർ സീരീസ് റിലേറ്റഡ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അനോളജി അല്ലെ, ലെറ്റേഴ്സ് ഒക്കെ തന്നിട്ടുള്ള രീതിയിലെ ചോദ്യങ്ങളാണെന്നാണ് പറഞ്ഞത്. അഗൈൻ 1 മുതൽ 2. ക്ലാസിഫിക്കേഷൻ അഗൈൻ ലെറ്റർ റിലേറ്റഡ് ഒക്കെ 1 മുതൽ 2 ചോദിച്ചിട്ടുണ്ട്. പസിൽ, ബോക്സ് പസിൽ ടൈപ്പ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, ഭയങ്കര ലെങ്തി ഒന്നും അല്ലായിരുന്നു, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ്. ഒരു 1 മുതൽ 2 എന്നാണ് കുട്ടി പറഞ്ഞത്. സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഇന്ന് സർക്കുലർ ആണ് കൂടുതൽ എന്നാണ് ഒരു കുട്ടി പറഞ്ഞത്. 3 to 4 ചോദ്യങ്ങൾ എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അഗെയിൻ കോഡിംഗ് ഡീകോഡിംഗ് 2 മുതൽ 3 ചോദ്യങ്ങൾ. ഡയറക്ഷൻ 1 to 2, ബ്ലഡ് റിലേഷൻ 1 to 2. അപ്പോൾ എന്തായാലും റീസണിങ്ങിൻ്റെ കേസ് ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ് പസിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് പോവുക. കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇനി എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കുക. കാരണം എന്തായാലും ഒരുപാട് ചോദ്യങ്ങളുണ്ട് അല്ലേ. കഴിഞ്ഞ ദിവസവും ഏകദേശം 5 ചോദ്യങ്ങളൊക്കെ കിട്ടിയെന്നാണ് അറൗണ്ട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് കൂടുതൽ വരും. അത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അവിടെ ഒറ്റ തവണ മാത്രമേ നമ്മൾ വായിക്കാൻ പാടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുക. അനാവശ്യമായിട്ട് വീണ്ടും വീണ്ടും വായിക്കരുത്, വേണ്ടത് മാത്രം ചെയ്യുക അല്ലേ. നമ്മൾ ഓൾറെഡി ലൈവിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം ഇത് ലെങ്തിയാണ്, വായിക്കണം. സ്വാഭാവികമായിട്ട് നമ്മുടെ സമയം അല്ലെ പോകും, നമ്മൾ പോകുന്നത് പോലെ അറിയില്ല എന്നുള്ളതാണ് ഫാക്റ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക. കുറച്ചുകൂടെ ഇനി എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ നമ്പർ ഓഫ് ചോദ്യങ്ങൾ, അതായത് നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റിനും പസിലിനൊക്കെ കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി GAയിലോട്ട് വരുമ്പോൾ കറണ്ട് അഫയേഴ്സിൽ നിന്ന് 8 മുതൽ 10 ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എന്നാണ് പറയുന്നത്. അതിൽ അപ്പോയിൻമെന്റ്സ്, സ്പോർട്സ് റിലേറ്റഡ് സ്കീം, മിലിറ്ററി എക്സൈസ്, അവാർഡ്സ്, ഈ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് എന്നാണ് കുട്ടികൾ പറഞ്ഞത് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ആണെങ്കിലും CAയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും ഏകദേശം ആ ഒരു രീതി തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ നോക്കിയിട്ട് പോവാം. അതുപോലെ പോളിറ്റിയിൽ നിന്ന് ആർട്ടിക്കിൾ 2 ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് പറഞ്ഞത്. ഇന്നലത്തെയും അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ ലോക് അദാലത്ത് റിലേറ്റഡ് ചോദ്യങ്ങൾ 3 മുതൽ 4 ചോദ്യങ്ങളാണ് പോളിറ്റിയിൽ നിന്ന് കിട്ടിയത്. എല്ലാം ഒന്നും കുട്ടികൾക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അവർ പറഞ്ഞത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു സാധനം പറയുകയാണ്. ഹിസ്റ്ററി അതിൽ നിന്ന് നോക്കുമ്പോൾ ഏൻഷ്യൻ മോഡേൺ അവിടെ ചോദിച്ചിട്ടുണ്ട്. ഏകദേശം 2 മുതൽ 3 ചോദ്യങ്ങളൊക്കെയാണെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പിന്നെ സയൻസിൽ ഒരു അഡിയബാറ്റിക് പ്രോസസ്, മൈക്രോ ന്യൂട്രിയൻസ്, വിറ്റമിൻ, അതുപോലെ തന്നെ ആസിഡ് ബേസ്ഡായിട്ട് കെമിസ്ട്രിയിൽ നിന്നും അങ്ങനെ അറൗണ്ട് ഒരു 3-4 ചോദ്യങ്ങളൊക്കെ സയൻസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ജോഗ്രഫിയിൽ പ്ലേറ്റ്യൂസ്, അതുപോലെ സ്ട്രേറ്റ്, പൊല്യൂട്ടഡ് സിറ്റി, ഏതാണ് ആ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണെന്നാണ് കുട്ടികൾ പറഞ്ഞത്. ഒരു 3 to 4 ചോദ്യങ്ങൾ നമുക്ക് ജോഗ്രഫിയിൽ നിന്നുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക്സിൽ നിന്നും 2 മുതൽ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറിൽ വളരെ വളരെ സിമ്പിളായിട്ടുള്ള RAM എന്താണ് അല്ലേ, RAM ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ്. 1 to 2 ചോദ്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ നിന്നും ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ അല്ലേ? സോ ഈ ഒരു രീതിയിലാണ് എക്സാം നമ്മളിപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നലെയും ഏകദേശം ഓൾമോസ്റ്റ് സെയിം തന്നെയായിരുന്നു അല്ലേ, ഈ രീതിയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്ത് റിലാക്സ് ചെയ്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ആവരുത് ഒരിക്കലും അല്ലേ. നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളെ സ്ട്രെസ് ആക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് കിട്ടാനാണ്. അപ്പോൾ ഏകദേശം
ഇതുമായിട്ട് ക്ലോസ് ആയിട്ട് തന്നെ ആയിരിക്കാം ഇനി വരുന്ന എക്സാമുകൾ ഉണ്ടാവുക. അങ്ങനെ അല്ലെങ്കിലും നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അല്ലേ, അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് നോക്കിയിട്ട് പോവുക, കൂളായിട്ടിരിക്കുക, ചില്ലായിട്ടിരിക്കുക, എക്സാം എല്ലാവരും തൂക്കുക. ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ചാണ്. അപ്പോൾ എക്സാം എല്ലാം നിങ്ങൾ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് എല്ലാവർക്കും ജോലി കിട്ടട്ടെ. ബട്ട് എന്നാലും അല്ലെ, പുതിയ ഇനി വരാനിരിക്കുന്ന ഒരുപാട് റെയിൽവേ എക്സാം നമുക്കറിയാം. അപ്പോൾ SSC എക്സാം പോലെ തന്നെ എല്ലാ വർഷവും റെയിൽവേ എക്സാമുകൾ വിളിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ വരാനിരിക്കുന്ന എല്ലാ എക്സാംസും കവർ ചെയ്തുകൊണ്ട് അല്ലെ, കംപ്ലീറ്റ് എക്സാമുകളെയും കവർ ചെയ്തുകൊണ്ട് നമ്മളൊരു പുതിയ ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. RRB റെഗുലർ ബാച്ച്. സോ ഓഗസ്റ്റ് 11 സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 3999 രൂപയാണ്. അപ്പോൾ നന്നായിട്ട് ആലോചിക്കുക. ലൈക്ക് നമ്മൾ എങ്ങനെയൊക്കെയാണ് പഠിക്കുക എന്നുള്ള അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് യൂട്യൂബിൽ നോക്കിയാൽ അറിയാം. ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ പെയ്ഡ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്ക് നമ്മൾ ലൈവിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അപ്പോൾ എല്ലാ എക്സാമുകളെയും കവർ ചെയ്തുകൊണ്ട് നമുക്കൊരു ബാച്ച് എന്നുള്ള രീതിയിലാണ് നമ്മൾ RRB റെഗുലർ ബാച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ്. കൂടുതൽ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ആലോചിച്ച് അല്ലെ, റെയിൽവേ ജോലി ആഗ്രഹിക്കുന്ന ആർക്കും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു ജോലി കൊണ്ട് തിരിച്ചു പോകാനും പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി ലൈവ് ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു സോ മച്ച്.